ആ പരിപാടി നമുക്കില്ല. അപ്പം ഈ മാർച്ചോട് ഇതിന്റെ ബിസിനസ് നടത്തി അതിന്റെ ലാഭത്തിന്റെ വിഹിതം കൊടുക്കുന്നു എല്ലാവർക്കും. അതെ അതെ, ചാരിറ്റി ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. കാരണം നാളെ ഇതിനൊരു കളങ്കം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് തകർന്നത് പോലെ ഒരു തകർച്ചയിലേക്ക് ഇതൊന്നും പോകാൻ പാടില്ല. അപ്പോൾ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഏപ്രിൽ മാസത്തോടുകൂടി ഇതിൻ്റെ ഫൈനലായിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ രാജ്യങ്ങളിലും തുടങ്ങാനുള്ള അതിലേക്ക് പോകും. ഇതിനൊക്കെ ക്രമേണ ഒരു 5 കൊല്ലം കൊണ്ട് ഈ 10 പ്രോജക്റ്റുകളും നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഇച്ചിരി വർക്ക് ചെയ്യണം. അത് നമ്മുടെ ഈ സംസ്ഥാന ഇതോടുകൂടി ഒരു നല്ല ടീം വരും. നല്ല ടീമിനുണ്ടാക്കിക്കൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം. പിന്നെ ഇതിനകത്ത് ഒരു ഫൗണ്ടേഷൻ ഇതൊക്കെ രൂപീകരിക്കും. നമ്മളിപ്പോൾ ഇന്നൊരു തൊഴിലില്ലായ്മയാണല്ലോ പ്രധാന കാരണം. അത് എത്രമാത്രം കണ്ട് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ഒരാൾ ഞാൻ അങ്ങോട്ട് ചേരാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ടോക്കൺ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് തൊഴിൽ ചെയ്തില്ലാത്തുനിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ല, അത് ഉണ്ടാക്കാമല്ല. നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ വരികയല്ലേ, നമ്മൾ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ. നമ്മൾ ഓരോരോ പ്രോജക്റ്റുകളായിട്ട് വരുമ്പോഴത്തേക്കും IT ഇൻഡസ്ട്രി നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ ചില ഐഡിയകളുണ്ട്. നമ്മളിതിൽ മെമ്പർമാരായിട്ടുള്ള ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളത് ആലോചിക്കും. പിന്നീട് നമുക്ക് ആ കുടുംബത്തിൽ ഉള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലില്ലാത്ത ആൾക്കാരുടെ ഒരു കണക്കെടുക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം ഒരാളുണ്ടെന്ന് വരികില്ല. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ആ നിലയിൽ ആ കുടുംബത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു 20 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആണായാലും പെണ്ണായാലും അവരുടെ ഒരു ഇതെടുക്കും. എടുത്തിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ട് അവരുടെ ഒരു ബയോഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള IT ആയിട്ടുള്ളതാണെങ്കിൽ ആ IT ഉള്ള 10 പേരെ 20 പേരെ ചേർത്തുകൊണ്ട് സ്വയം ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് കേന്ദ്ര ഗവൺമെൻറ് സഹായം കിട്ടും. അങ്ങനെ ഓരോ മേഖലയിലും ഇപ്പോൾ മെക്കാനിക്കലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ അതിന് നമ്മൾ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ക്ലാസ് കൊടുത്ത് അവരെ കൊണ്ട് ഉണ്ടാക്കാവുന്നത്. അതായത് എല്ലാ ആരും പണിയെടുക്കാത്ത ആരും ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് ചുരുക്കം ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ടോക്കൺ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് ജോലിയായിട്ട് അതായത് ഈ ഒരു പ്രോജക്റ്റ് ഞാൻ 2001 തയ്യാറാക്കി കൊടുത്തതാണ് ഗവൺമെന്റിന്. ഓ, അത് ശരി. 2001 ഭാവനയിലുള്ള ഒരു പ്രോജക്റ്റ് 2001 UDF അന്ന് 101 സീറ്റോടെ അധികാരത്തിൽ വന്നു. ഞാനന്ന് UDFന്റെ ടോപ്പിലുണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ UDF യോഗം ചേർന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് ആന്റണി പറഞ്ഞത്, നമുക്ക് 101 സീറ്റ് കിട്ടി, നമുക്ക് ഈ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് നല്ല സ്കീം പ്രഖ്യാപിക്കണം, ഏറ്റവും നല്ല സ്കീം പ്രഖ്യാപിക്കണം. അത് ഏതൊക്കെ സ്കീം വേണമെന്ന് തീരുമാനിക്കാനായിട്ട് ഒരു 5 അംഗ കമ്മിറ്റി എടുത്തു. എന്നിട്ട് താമരാഷ്ട്രൻ ഞാൻ ചേർന്നായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആര്യാട മുഹമ്മദ് പിന്നെ CP ജോൺ 5 പേരുടെ കമ്മിറ്റി എടുത്തു. അവരൊന്നും കൈയുടെ പറഞ്ഞില്ല. ഞാൻ തന്നെ 2 പ്രോജക്റ്റ് പറഞ്ഞു. ഒന്ന് സ്ത്രീ ശാക്തീകരണം, 201 കോടി രൂപ. പിന്നെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കാൻ 101 കോടി രൂപ. ഇത് 2001 ആദ്യത്തെ ബഡ്ജറ്റിൽ ഇത് രണ്ടും പാസ്സാക്കി. ശങ്കരനാരായണൻ്റെ ആദ്യത്തെ 2001 ബഡ്ജറ്റിൽ 201 കോടി സ്ത്രീ ശാക്തീകരണത്തിന് പാസ്സാക്കി, 101 കോടി ഈ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംരംഭത്തിനും പാസ്സാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, താമരേഷ ഇത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് അറിയത്തില്ല, താൻ തന്നെ പ്രോജക്റ്റ് തയ്യാറാക്കണം. എന്നെ ഒറ്റയ്ക്ക് ഏൽപ്പിച്ചു. 6 മാസം ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ചു. ഒരുപാട് വിദഗ്ധന്മാരെ ഞാൻ കണ്ടു. അപ്പോൾ ആ എറണാകുളത്ത് വേണുഗോപാൽ ഗോവിന്ദ് എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ്, വലിയ സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ ബംഗ്ലാദേശിൽ ഗ്രാമീൺ ബാങ്ക് എന്നും പറഞ്ഞ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള നൂർ ഹുസൈൻ, അയാൾ അന്ന് അമേരിക്കയിലെ എക്കോണമിസ്റ്റാണ്, അയാൾ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുത്തു. അത് വേൾഡ് ബാങ്ക് അംഗീകരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വേണുഗോപാൽ ഗോവിന്ദ് തന്നെ അതെനിക്ക് നെറ്റിൽ നിന്ന് എടുത്തു തന്നു. എൻ്റെ ഈ കമ്പ്യൂട്ടറൊന്നും ഇല്ല, 2001 എടുത്തു തന്നു. ഞാൻ അത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ പാലക്കാട് ചെന്നപ്പോൾ ഹിന്ദുവിൻ്റെ ലേഖകം പറഞ്ഞ് പ്രഭാകരൻ പറഞ്ഞ് അവിടെ പാലക്കാട് അമേരിക്കയിൽ ഒരാൾ വന്ന് താമസിക്കുന്നുണ്ട്, ഒരു എക്കോണമിസ്റ്റാണ്, ഡോക്ടർ ഗോപാൽ. അയാളുടെ ഫാം നടത്തുക, നമുക്ക് അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഈ ഡോക്ടർ ഗോപാൽ എന്ന് പറയുന്നത് ഈ നൂർ ഹുസൈൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇയാളും അതിന് ഡയറക്ടർ കൂടി മെമ്പറാണ് ഗ്രാമീൺ ബാങ്കിൻ്റെ. അങ്ങനെ അയാൾ എൻ്റെ കൂടെ ഒരാഴ്ച തിരുവനന്തപുരത്ത് MLA കൊട്ടേഷൻ താമസിച്ച് എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ സങ്കല്പം എന്ന് ഞാൻ കണ്ടത്, നമുക്ക് ആലപ്പുഴ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപനം ഉണ്ടായിരുന്നു.
പങ്കജാക്ഷ ഗ്രൂപ്പ് സാർ എന്ന് പറയും. പുള്ളി ഒരു ഗാന്ധിയനായിരുന്നു. അമ്പലപ്പുഴ പുന്നപ്ര സ്കൂളിൽ പുള്ളി ഗാന്ധിയനായിരുന്നു. പുള്ളി വീടുകളിലൊക്കെ നടന്നിട്ട് ഈ തൊട്ടടുത്തുള്ള വീടുകളിലെ 20 സ്ത്രീകളെ ചേർത്തുകൊണ്ട് അയൽക്കൂട്ടം ഉണ്ടാക്കി. അയൽക്കൂട്ടം അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് 79 ആ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കി. 89 അങ്ങനെ അമ്പലപ്പുഴ വെച്ചിട്ട് പുന്നപ്ര ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കരയോഗ സ്കൂളുണ്ട്. അവിടെ വെച്ച് എൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ടി കെ രാമകൃഷ്ണൻ മന്ത്രി. ഞാനും പ്രാസംഗികനാണ്. ഞാൻ ചെന്നപ്പോൾ 2000 വനിതകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഒരു രാഷ്ട്രീയവും ഇല്ല. ഈ ഒരു പാവപ്പിടിച്ച ഒരു അധ്യാപകൻ സൈക്കിളിൽ നടന്ന് ആ പുന്നപ്ര പഞ്ചായത്ത് അടുത്തുള്ള എല്ലാ പഞ്ചായത്തിലും പോയി എല്ലാ വീട്ടിലുള്ള തലയിൽ തുണിയിട്ട സ്ത്രീകൾ, ക്രിസ്ത്യാനികൾ, എല്ലാ അമ്മമാരും 2000 സ്ത്രീകൾ പങ്കെടുത്തു. എല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റാത്തൊരു കാര്യം, ഒരു മൂവ്മെൻ്റ് ആയിരുന്നത്. അപ്പോൾ അന്ന് കണ്ടപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സിൽ തോന്നി ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഇതുകൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അന്ന് എനിക്കിവിടെ ചേർത്തല ഇവിടെ ഒരു കയർ സൊസൈറ്റി ഉണ്ട്. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. 10-100 തൊഴിലാളി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രസിഡന്റ് തന്നെ. വെച്ചാൽ എന്നോട് പണിയൊന്നുമില്ല, അതേ ഉള്ള കാര്യം. അന്ന് ഒരു ദിവസം വല്ലപ്പോഴേ ചെല്ലത്തുള്ളൂ. ഒരു ദിവസം ചെന്നപ്പോൾ ഒറ്റ തൊഴിലാളിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, തൊഴിലാളികളെ കിടപ്പിരിക്കുക സാറേ, അവരൊക്കെ പിന്നെ ഈ തമിഴ്നാട്ടുകാരൻ പലിശയ്ക്ക് വരും, കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവരെല്ലാം മുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നതിൻ്റെ വിവരം. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് പലിശ? അത് 100 രൂപ ചോദിച്ചാൽ 87,000 രൂപ തരും. 12,000 രൂപ വെച്ച് 10 ആഴ്ച കൊണ്ട് അടയ്ക്കണം. അപ്പോൾ അങ്ങനെ എത്ര രൂപ വരെ എടുത്തിട്ടുണ്ട് ഇവർ? അത് 500 വരെ എടുത്തവരുണ്ട്, 1000 വരെ എടുത്തവരുണ്ട്. അത്രയൊക്കെ ഉള്ളു കടം. അപ്പോൾ ഞാൻ ഇവിടെ കണക്കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു വർഷം 52 ആഴ്ചയുണ്ട്. ഇത് 10 ആഴ്ചത്തേക്ക് 12,000 രൂപ. 87,000 രൂപ എടുക്കുന്നത് 10 ആഴ്ച കൊണ്ട്. പിന്നെ ഇപ്പം 120 രൂപ കൊടുക്കണം. 37,000 രൂപ പലിശ. അപ്പോൾ 5 ആഴ്ച 5 ഇരട്ടി ആകുമ്പോഴത്തേക്ക് 187,000 രൂപ പലിശ. ലോകത്തൊരിടത്ത് ഈ പലിശയില്ല. 87,000 രൂപയ്ക്ക് 100 രൂപ പലിശ എടുക്കുക ഒരു വർഷം. അപ്പോൾ ഈ പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ അവരുണ്ടാക്കുന്ന മുഴുവൻ പൈസയും അവർ അധ്വാനിക്കുന്ന മുഴുവൻ പലിശ കൊടുക്കുക. വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഈ നാട് രക്ഷപ്പെടും? അതോടെ വെച്ചിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ഇത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. തൊട്ടടുത്ത 20 വീടുകൾ അവിടെയുള്ള ആ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും ഓരോ സ്ത്രീ അതിന് മെമ്പർമാരാക്കും. അവർ ഓരോരുത്തരും 10 രൂപ വെച്ച് ഇതിലേക്ക് ഇടണം, ഡിപ്പോസിറ്റ് ഇടണം. അത് ഫണ്ട് 20 പേര് ചേർന്ന്. അപ്പോൾ 52 ആഴ്ച 520 രൂപ വെച്ച് 10,400 രൂപ വരും. അതിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ 100 കോടി ഉണ്ടല്ലോ, ഒരു 1000 രൂപ വെച്ച് അതിലേക്ക് ഇടും. 20,000 രൂപ ഗവൺമെൻറ് ഇടും. റിവോൾവിങ് ഫണ്ടായിട്ട് ഫ്രീ കൊടുക്കുകയല്ല. അത് പിന്നെ ഞാൻ പറയാൻ തിരിച്ചു തരും. 30,400 രൂപ വരും. അതിൻ്റെ 6 ഇരട്ടി നബാർഡ് കൊടുക്കും, 2% പലിശയ്ക്ക്. അപ്പോൾ 1,88,000 രൂപയോളം ഒന്നാമത്തെ വർഷം അവരുടെ അക്കൗണ്ടിൽ വയ്ക്കും. ഒരാൾക്ക് 9,000 രൂപ എടുക്കാം. ഇവർക്ക് ആകെ കടം പറയുന്നത് 1000 രൂപയ്ക്ക് കൊടുത്ത് അടയില്ല, 500,000 രൂപയൊക്കെ ഉള്ളു കടം. അപ്പോൾ ആ കടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അധ്വാനിക്കുന്ന കാശ് മുഴുവൻ അവൻ്റെ കൈ വരിക. എന്നിട്ട് ആദ്യത്തെ വർഷം അങ്ങനെ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് അവരെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിലാർക്ക് 2 പേർക്ക് കാണത്തുള്ളൂ ജോലിയുള്ളവർ. ഈ ഗവൺമെൻറ് ജോലിയുള്ളത് 1% പോലും കാണത്തില്ല. വല്ലാതെ കമ്പനികളിലൊക്കെ പോയി 2% കാണും. ബാക്കിയുള്ളവർക്ക് ആർക്കും പണിയില്ല. അവരെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടായിട്ട് ചെയ്യാനായിട്ടുള്ള അവരെ യോജിപ്പിച്ചുകൊണ്ടുള്ള അവരുടേതായിട്ടുള്ള യൂണിറ്റ്, അങ്ങനെ ഓരോ വീടും ഓരോ വ്യവസായ യൂണിറ്റാക്കി മാറ്റണം. അതിനും ബാങ്ക് ലോൺ കൊടുക്കും, എല്ലാം കിട്ടും. ഇതൊക്കെയായിരുന്നു. അതിനൊരു ചെയർമാനായിട്ട് സംസ്ഥാനത്ത് ചെയർമാൻ, മുഖ്യമന്ത്രിയാണ് എൻ്റെ ചെയർമാൻ. പിന്നെ 5-6 മന്ത്രിമാരുടെ അകത്തുണ്ടാവും. ജില്ലാതലത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുത്തു. ഉമ്മൻചാണ്ടി ഇത് വായിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ താമരാക്ഷ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു ഇലക്ഷനും വേണ്ടി നമ്മൾ വോട്ട് ചോദിക്കാൻ പോകേണ്ടി വരത്തില്ല. പക്ഷേ UDF വന്നപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി കയറി എതിർത്ത്. അത് പറഞ്ഞ് മുസ്ലിം ഞങ്ങളുടെ വകുപ്പാണ് ഇൻഡസ്ട്രീസ് വകുപ്പ്, പഞ്ചായത്ത് വകുപ്പ് ഞങ്ങളുടെ വകുപ്പാണ്, അതിനുള്ള കയ്യേറ്റമാണ്. അത് ശരി. അപ്പോൾ പിന്നെ ആൻ്റണി ഒന്നും മിണ്ടിയില്ല. മുസ്ലിം ലീഗ് പറഞ്ഞാൽ പിന്നെ ആൻ്റണി ഇലക്ഷൻ മിണ്ടത്തില്ല, അത് മാറ്റിവെച്ച്. ആ 2001 ഈ 300 കോടി പാസ്സാക്കിയതിൽ ഒരു പൈസ പോലും ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് നമ്മുടെ നാട്. അപ്പോൾ അന്ന് മുതൽ സാറിൻ്റെ ഈ ഒരു ഞാൻ 6 മാസം കഷ്ടപ്പെട്ട് വർക്ക് ഉണ്ടാക്കിയത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിക്കൊണ്ട്.
അപ്പൊ അന്ന് മുതലുള്ള ഒരു സാറിന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സ്വപ്നമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ ഇതുപോലെ സാറിനെ പോലെയുള്ള വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും ഈ നമ്മുടെ ഈ പ്രൊജക്റ്റിലൂടെ. കേരളത്തിൽ വലിയ വിപ്ലവം, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയാണ് ഫൗണ്ടേഷനിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിന് മുൻനിരയിൽ നിൽക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ തന്റെ സ്വപ്നമായിട്ട്, അതായത് നമുക്ക് രാജ്യത്തോടും ജനങ്ങളോടും ഒരു കമ്മിറ്റ്മെന്റ്. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ഇപ്പം ഞാൻ ഒരു അധ്യാപകനായിരുന്നപ്പോൾ എനിക്ക് ശമ്പളം തന്നത് ജനങ്ങളുടെ പൈസ ശമ്പളം തരുന്നത് ഖജനാവിൽ തരുന്നെങ്കിൽ കാശ് കൊടുക്കുന്ന ആരാണ്? ജനങ്ങളെ. ടാക്സ് മുഖാന്തരം. ഞാൻ പഠിച്ചതെല്ലാം ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. ആ പഠിച്ച സമയത്ത് അധ്യാപകന് ശമ്പളം കൊടുത്ത ആരാണ്? ജനങ്ങളല്ലേ. ആശുപത്രിയിൽ പോയാൽ അവിടുത്തെ മരുന്നും ഡോക്ടർമാർ ശമ്പളം കൊടുക്കുന്ന ആരാണ്? ഗവൺമെന്റ് അല്ലേ. അതെ. അപ്പോൾ ഈ സ്വന്തം കുടുംബത്തിനേക്കാൾ എത്രയോ കാര്യങ്ങളാണ് സമൂഹം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ സമൂഹത്തോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണ്ടേ? വേണം. അല്ലാതെ നമ്മുടെ സമൂഹത്തെ മറന്നിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? സാറ് പറഞ്ഞു ഇന്നത്തെ തലമുറ ഈ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാന ഘടകം ഇത് തന്നെയാണ്. അവർക്കൊരു ഈ വൈരുദ്ധ്യമാണ്. ഇവിടെ നാട്ടിൽ ജീവിക്കാൻ അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ ഒരു പരിതസ്ഥിതിയിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. നാട്ടിൽ അവർക്ക് ഫ്രീഡം ഇല്ല. ഇപ്പം തന്നെ എനിക്ക് 2 മക്കളേ ഉള്ളൂ. ഒരാൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ നല്ല നിലയിൽ അവിടെ സിറ്റിസനാണ്. ഈ നാട്ടിലെ വരുന്നില്ല. ഇപ്പം ഇവിടെ ഉണ്ട്, ഒരു മാസത്തേക്ക് വന്നിട്ടുണ്ട്, പോവും. ഞങ്ങളുടെ കാലം വരുന്നത് വന്നിരിക്കും. പിന്നെ വരേണ്ട ആവശ്യമില്ല. ഇളയപ്പോൾ UK-യിലാണ്. അവൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ആളായി മാറി. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടാണെങ്കിൽ പറ്റുമായിരുന്നു ഇത് വേണ്ടത്. പിന്നെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളോടൊപ്പം രക്ഷപ്പെട്ട് ഈ പറഞ്ഞ മേഖലയിലായി കഴിയുമ്പം അവരുടെ മാതാപിതാക്കളെ കൂടെ അവിടെ എത്തിക്കുക. അപ്പോൾ അവിടെ അതുപോലെയുള്ള ഇപ്പം പ്രായമായ ഒരു സീനിയർ സിറ്റിസൺ ആയി കഴിയുമ്പം അവരുടെ കാര്യങ്ങൾ മുഴുവൻ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സംവിധാനങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. ഇവിടെയാണെങ്കിലോ അല്ല, ഇവിടെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളാണ് ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ വീട് പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ പറ്റും. സ്വന്തം വീട് കിട്ടും. ഇപ്പം ബാങ്ക് പലിശ കുറവാണ്. അപ്പോൾ അവർ റെൻറ്റിൻ്റെ കാശുണ്ടെങ്കിൽ വീട് മേടിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും വീട് മേടിച്ച് അതിനടുത്ത് ചിലവ് വരുമ്പോഴത്തേക്ക് വേറെ നാട്ടിലേക്ക് അയക്കാൻ കാണത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വലുതായിട്ട് പിന്നെ അച്ഛനെയും അമ്മയൊക്കെ സഹായിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ 2 പേർക്ക് പഠിക്കുന്നവരെ പെൻഷൻ കിട്ടുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ഇപ്പം ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യ വിട്ട് പോയി വേറെ രാജ്യങ്ങളിൽ പോവുകയാണ്. അപ്പം ഇന്ത്യ വിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകേണ്ട വരുമാന മാർഗ്ഗങ്ങൾ, ഇന്ത്യയിലുള്ള സ്രോതസ്സല്ലേ നിലച്ചു പോകുന്നത് അല്ലേ? അപ്പം സാറ് പറഞ്ഞു ഇപ്പം കേരളത്തിൽ ഇപ്പോൾ പല പണിയെടുക്കാൻ ആളുകളില്ല. ബംഗാളികൾ വന്നിട്ട് പണിയെടുക്കുന്നു. അവർ ₹1 സാറ് പറഞ്ഞു ഒരു 50 രൂപ 100 രൂപ മുടക്കിയാൽ അവരുടെ അന്നുള്ള അവർ ആഹാരത്തിൽ ചുരുങ്ങി അവർ പണം രാജ്യത്തേക്ക് അയക്കുകയാണ്, അവരുടെ സംസ്ഥാനത്തിലേക്ക് അയക്കുകയാണ്. ഇവിടെ ചെലവഴിക്കുന്നില്ല. അപ്പൊ ഇതേപോലെയുള്ള അവസ്ഥയാണ് നമ്മുടെ അടുത്ത തലമുറയിൽ. 25 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരു ദിവസം എത്ര കോടി രൂപയാണ് അയക്കുന്നത്? അതെ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു ശനിയാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ CDMA ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ക്യൂ ആണ്. അവർ പണം മുഴുവൻ ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അവർ അയക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് 1-2 പേര് സംസാരിക്കാണ്ട് കണ്ടപ്പോൾ അവരിടയ്ക്ക് സംസാരിക്കാനിടയായി. ചില ആളുകൾ ഞാൻ സംസാരിച്ചപ്പോൾ 50 രൂപ പോലും അവർക്ക് ചിലവില്ല ഒരു ദിവസം. നിസ്സാരമായ ആഹാരം, ഒരു ഗോതമ്പിന്റെ 2 ചപ്പാത്തി 2 വെള്ളം മാത്രമേ കുടിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോൺ ചാർജിങ് വല്ല മാത്രമേ ആകത്തുള്ളൂ. മൊബൈൽ ഫോൺ അത്യാവശ്യമാണ്. ഞാനിതുപോലെ കുറച്ച് ആ കാശ് മുഴുവൻ അവിടെ നാട്ടിലേക്ക് പോവുക. ഇവിടെ ഒരു 1000 രൂപ തൊഴിലാളി കിട്ടില്ല, 1000 രൂപയ്ക്ക് കടയിൽ വരിക. അത് വരുന്നില്ല ഇപ്പോൾ. അതായി തകർച്ചയുടെ കാരണം ഈ തകർച്ചയുടെ റൂട്ട് കോസ് അതാണ്. ഇപ്പൊ ഇവിടുത്തെ ആളുകൾ, ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ ഭരണാധികാരികളോ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ 25 ലക്ഷം പേരുടെ ഒരു 800 രൂപ വെച്ച് കൂട്ടി 25 ലക്ഷം പേരുടെ എത്ര രൂപ വരും? 25 ലക്ഷം × 800 എത്ര കോടി രൂപയാണ് ഈ കേരളത്തിൽ നഷ്ടം? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു തകർച്ച ഇതിനൊക്കെ പരിഹാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ പോവുക. വെളിയിൽ പോകാതെ തന്നെ ഇവിടുത്തെ സാധ്യതകൾ വരുമ്പോൾ ഇന്നത്തെ തലമുറ അതിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ രാജ്യസ്നേഹമുള്ളവരാക്കി മാറ്റി നമ്മൾ അവരെ പഠിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനം അതാണല്ലോ. രാജ്യസ്നേഹമാണ് ഏറ്റവും നമ്പർ 1 വേണ്ടത്. നിങ്ങൾ പണിയെടുക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണെന്നൊരു ബോധമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ അത് കൊണ്ടുവരേണ്ടതാണ്. അത് കൊണ്ടുവന്നിട്ടില്ല.
അല്ല ഇന്നും ഇപ്പം നമ്മുടെ മേഖലയിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നും പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു അവിടെ സാർ അവിടെ ചൈനയിൽ ചെന്നപ്പോൾ ആ കുട്ടികളെ അഭിരുചിയുള്ള കാര്യങ്ങളിലേക്കാണ് അവരെ അവരുടെ അഭിരുചിയാണ് ഇതിപ്പോൾ. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ 3 വയസ്സാകുമ്പോൾ തന്നെ 80% ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു 3 വയസ്സിനുള്ളിൽ. ഈ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ വിളിച്ചതാണ്. ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആ ഒരു കുട്ടി പിന്നെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും പണ്ടൊന്നും അറിയത്തില്ല. ആ ഒരു അമ്മ നല്ല പാട്ടുകാരിയാണെങ്കിൽ അമ്മ പാടിക്കൊണ്ടിരിക്കും, ആ കുട്ടി നല്ല പാട്ടുകാരിയായിട്ട് മാറും. അപ്പോൾ അമ്മ എപ്പോൾ നല്ലൊരു പാട്ടുകാരിയാണെങ്കിൽ അമ്മ എപ്പോഴും പാട്ട് ആസ്വദിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാറും. മറിച്ച് ഭർത്താവ് ഒരു കള്ളുകുടിയനാണ് ഇവിടെ വന്ന് ദിവസം വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആ കുട്ടി ക്രിമിനലായിട്ട് മാറും. ആ ഒരു ഇതിലേക്ക് പോകും. 80% ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് 3 വയസ്സിനുള്ളിലാണ്. ബാക്കി 20% ബാക്കി കിഡ്നി ശേഷം പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് എപ്പോഴാണ് ഗർഭം തുടങ്ങിയ അന്ന് മുതൽ ആ കുട്ടിയെ സന്തോഷത്തോടുകൂടിയ ഒരു ജീവിതം അവർക്ക് കൊടുക്കണം. ഇതാര് ചെയ്യുന്നു, ആരുണ്ടാക്കുന്നു? അപ്പം നമ്മുടെ നല്ല തലമുറ ഉണ്ടാകണമെങ്കിൽ അപ്പം സാറിൻ്റെ ഒരു ചിന്താഗതിയിൽ സാറിൻ്റെ ഒരു എയിമെന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ ഇവിടെ രൂപീകൃതമാകുകയാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വരുവാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മളിത് ഈ പഞ്ചായത്ത് തലത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും മെമ്പർമാരായി കഴിയുമ്പോൾ അവർക്കെല്ലാം ക്ലാസ് കൊടുത്ത് നമ്മളൊരു പുതിയ തലമുറ തന്നെ ഉണ്ടാക്കിയെടുക്കും. അതെ, അത് സാറിൻ്റെ 2001 ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നില്ല, ഒരു മതത്തിൻ്റെതായിട്ട് വരുന്നില്ല, നമ്മളതിൽ ജാതിയില്ല മതമില്ല, തൊട്ടടുത്ത 20 വീടുകളെ ചേർത്ത് നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ആൾക്കാർ ചേർത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ സക്സസ് ആയിട്ട് മാറും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി തന്നെയാണ്. അതിന് നമ്മുടെ എല്ലാം ആ ഒരു ആശംസയും അതിൻ്റെ എല്ലാം സഹകരണവും നമ്മൾ ഉണ്ടാകുമെന്നുള്ള ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കൊന്ന് നിർത്താം. ഓക്കെ, താങ്ക് യു.